കുഞ്ഞിനാസ് ട്രെയിനിങ് ക്ലാസ് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. എന്താ അതിനെക്കുറിച്ചുള്ള ഒരു ബേസ് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിലല്ല നമുക്ക് ആ ഒരു വിഷയത്തിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിനകത്തിൽ താണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ യു എന്ന അക്ഷരം കൊണ്ടാണ് അല്ലേ, ഇക്വേഷൻ അല്ലയോ പാഠത്തിൻ്റെ പേര് തന്നെ. ഓക്കെ, ചലന സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ അറിയണമെങ്കിൽ ഓരോ ഇംഗ്ലീഷ് സിമ്പലുകൾ എന്ന് വെച്ചാൽ ഒരു വാക്കിൻ്റെ ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ യു എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഫൈനൽ വെലോസിറ്റി എന്ന് വെച്ചാൽ വി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആക്സലറേഷന് എ എന്നും ടൈമിന് ടി എന്നും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിന് എസ് എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞു. ഇനി നമുക്ക് അതുകൊണ്ടിരിക്കാൻ സമയമില്ല. അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണെന്നും സ്പീഡിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ എന്താണെന്നും കണ്ടോ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. നമ്മൾ ഇനി കണക്കിലോട്ട്, അതായത് ടെസ്റ്റ് ഇന്നലെ എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് എടുക്കാതെ ബേസ് എടുത്താണ് പോയത്. അപ്പോൾ അതിനകത്തിൽ തന്നെ നമ്മൾ ഇക്വേഷൻ 3 പഠിച്ചതാണ്. ചലന സമവാക്യങ്ങളുടെ ഇക്വേഷൻ ഇതായിരുന്നു കണ്ട, വി ഈസിക്കൽ ടു യു പ്ലസ് എ ടിയും കണ്ട. ഈ ഇക്വേഷൻ വെച്ച് ഇതിൻ്റെ എല്ലാം എന്താണെന്നാണ്ട മലയാളം അവിടെ ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അങ്ങനെ 3 ഇക്വേഷൻ ഉണ്ടെന്നും ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു കണക്ക് ഉൾപ്പെടെ ചെയ്തതാണ്. ഒന്ന് നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ. അടുത്തത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ദൂരവും അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാന മീൻസ് സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് കുഞ്ഞുങ്ങളെ, ഇതാണ് ടെസ്റ്റ്. നിങ്ങൾ ആ മലയാളം മീഡിയത്തിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാരും നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്ത് ഞാൻ ഇംഗ്ലീഷും മലയാളവുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നോക്കിക്കേ, ഫസ്റ്റ് ഈ ട്രെയിൻ പാലം ഉണ്ടല്ലോ, മുഴുവനായും കടന്നു പോകാൻ എടുക്കുന്ന സമയം ഒന്ന് കണക്കാക്കാമോ എന്ന് ഇവിടെ നിന്ന് ചോദിക്കുക. നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ ഒരു ട്രെയിൻ പോകുന്ന കാണാൻ പറ്റില്ല, ഇല്ലേ? ഈ ട്രെയിൻ പാലം മുഴുവനായും കടന്നു പോകാൻ എടുക്കുന്ന സമയം കണക്കാക്കാനാകുമോ എന്ന് ചോദിച്ചിരിക്കുക. അത് കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. അതുകൊണ്ട് അപ്പുറത്ത് നിന്നൊരു അപ്പം പറയുന്നുണ്ട്, പിന്നെന്താ, കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. പക്ഷേ അതിന് ചലനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നുമില്ല, അവർ പറയുന്ന ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിവിടെ പഠിക്കാനുള്ള താഴെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലാണ് നമ്മുടെ പോയിന്റ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ നിങ്ങൾ ഈ ചിത്രം നോക്കുക. കുട്ടിക്കുണ്ടായ ഇത്തരം സംശയം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? എവിടെ, നമുക്ക് എന്താ സംശയം ഇല്ലയോ? നമുക്ക് എന്തോ സംശയം. അപ്പോൾ ഈ ഒരു കുട്ടി അവിടെ നിന്ന് പറഞ്ഞ ഈ കുട്ടിക്കുണ്ടായ ഇത്തരം സംശയം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ? നോക്കാം നിങ്ങൾ ഇവിടെ നോക്കിയേ. ABCD എന്നിവ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന 4 ഇലക്ട്രിക് പോളുകളാണ്. പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പടം കണ്ടോ, അടുത്ത് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് പടം നല്ലപോലെ മനസ്സിലാവും. ഈ പടം നോക്കണേ നിങ്ങൾ കണ്ടോ, അതിനകത്തുള്ളൊരു കൊച്ചൊക്കെ നിപ്പുണ്ട്. ഞാൻ ആ പടം ഒന്ന് വലുതാക്കി കാണിച്ചാൽ നിങ്ങളുടെ കയ്യിലുണ്ട്, എന്നാലും ഞാനത് കാണിച്ചതാണ്. കണ്ടോ, അതിനകത്ത് 40 മീറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ABCD എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ടെസ്റ്റിലുണ്ടല്ലോ. ഈ ABCD എന്ന റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന 4 ഇലക്ട്രിക് പോളുകളാണ്. അടുത്തടുത്ത 2 പോളുകൾ തമ്മിലുള്ള അകലം 40 മീറ്ററും ആണെന്ന് പറയുന്നുണ്ട്. അടുത്തടുത്ത ഓർത്തോണേ കുഞ്ഞുങ്ങളെ, പടം നോക്കണേ. അടുത്തടുത്ത 2 പോളുകൾ തമ്മിലുള്ള അകലം 40 മീറ്ററുമാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. മനസ്സിലാക്കി തന്നെ പോണേതാ പോട്ടെ കേട്ടോ. അതായത് ABCD ഇങ്ങനെ ഓരോന്നും ഇലക്ട്രിക് പോളുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടല്ലോ. ഇതിൻ്റെ അടുത്തടുത്തെന്ന് വെച്ചാൽ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടുന്ന് ഇവിടെ വരെ നോക്കിയേ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 40 മീറ്ററാണ്, 40 മീറ്ററാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടെ വരെയുള്ളതും നമ്മൾ മാത്സ് പഠിച്ചിട്ടില്ലേ ഇല്ലേ, പാരലൽ ലൈൻസിനെ കുറിച്ച്. നോക്കിക്കേ, ഒരേ വ്യത്യാസം. ഇവിടുന്ന് ഇവിടെ വരെ 40, ഇവിടുന്ന് ഇവിടെ വരെ 40 അല്ലേ. പാരലൽ ലൈൻ ആണെങ്കിൽ മേളിൽ എന്ത് വേണം, അതുപോലെ വേണം. അതിനെക്കുറിച്ച് ഞാൻ വായിച്ച് കളഞ്ഞത് അതൊന്നുമല്ല, ഈ നേരെ കടന്നുകൊണ്ട് അങ്ങ് പറഞ്ഞ ഒരേ വീതി കേട്ടോ, വീതിയും വലുത്. ഓക്കെ, അതിൻ്റെ വലത്തുവശത്ത് പറയുന്നുണ്ട്, വലത്തോട്ട് പോയാൽ കണ്ടോ കിഴക്കാണ്, കണ്ടോ ഇത് ഇടത്തെന്ന് വെച്ചാൽ പടിഞ്ഞാറാണ്, അങ്ങോട്ടുള്ള ആരോ കൊടുത്തിരിക്കുന്നത് വടക്ക് ഭാഗമാണ്, താഴോട്ടുള്ളതെന്ന് വെച്ചാൽ തെക്ക് ഭാഗമാണെന്നും അവരൊരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. താഴത്തെ ചോദ്യം നോക്കൂ കുഞ്ഞിങ്ങനെ. പോൾ ബിയുടെ ചുവട്ടിൽ നിന്ന്, ഒന്നാമത്തെ ചോദ്യം കേട്ടോ,
പോൾ ബിയുടെ ചുവട്ടിൽ നിന്ന് ഒരു കുട്ടി സിയും കടന്ന് ഡിയിലെത്തി. അടാ, പോൾ ബിയുടെ ചുവട്ടിൽ, ബി എന്ന് വെച്ചാൽ ദാണ്ടിത് ബി കണ്ടല്ലോ, എ ബി സി ഡി. ഈ ബിയുടെ ചുവട്ടിൽ നിന്ന് ഒരു കുട്ടി ഈ സിയും കടന്ന് ഡിയിലെത്തി എന്നാ പറയുന്നത്. ഓക്കെ, അതിനുശേഷം അവിടെ വരെ എത്തിയിട്ട് അതിനുശേഷം ഇത് ഡി ഇവിടെ വരെ എത്തിയിട്ട് തിരിച്ച് അതുപോലെ ഡിയിൽ നിന്ന് തിരിച്ച് സി എന്ന പോളിന് അരികിലെത്തി. ഈ ഡിയുടെ അവിടെ വരെ ചെന്നിട്ട് തിരിച്ച് എവിടെ വരെ എത്തി? സിയുടെ അവിടെ വന്ന് നിന്നു. സംഭവം മനസ്സിലാക്കി തന്നെ പോണേ. ആ കുട്ടി എവിടാ നിന്നത്? ഫസ്റ്റ് ബിയിലാണ് നിന്നത്. എന്നാ ചോദിക്കും നിങ്ങൾക്ക് എന്താ എയിലല്ലേ അല്ലേ? അങ്ങനല്ല, അതിൻ്റെ വീട് ഇതാണ്ട് ഇപ്പുറത്ത്, അതുണ്ട് ഇവിടെ. അപ്പോൾ അത് വന്ന് നിന്നത് ബിയിലാണ് കേട്ടോ. ഇനി ആ ഡൗട്ട് അങ്ങ് മാറും. അതിൻ്റെ വീട് ഇതാണ്ട് ഈ ഒരു മരത്തിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അതിവിടെ വന്ന് നിൽക്കുകയാണ്. ബിയിൽ നിന്ന് ആ കുട്ടി സിയും കടന്നിട്ട് ഡിയിലെത്തി കേട്ടല്ലോ. എന്നിട്ട് ആ ഡിയിൽ നിന്നും തിരിച്ച് അത് സിയിൽ വന്നു നിന്നു. തിരിച്ച് ബിയിലോട്ട് പോയിട്ടില്ല, സിയിൽ വന്നു നിന്നു കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലാക്കണേ നിങ്ങളെ. ബിയിൽ നിന്നാണ് കുട്ടി പുറപ്പെട്ടത്. ബിയിൽ നിന്നും സി വരെയാകാൻ 40 മീറ്ററാണ്. വീണ്ടും എന്ത് ചെയ്തു? ഡി വരെ എത്താൻ 40 മീറ്റർ. അപ്പം 40 എത്രയായി? 80 മീറ്ററായി. ഈ ഡി വരെ വന്നിട്ട് വീണ്ടും ആ കുട്ടി തിരിഞ്ഞു നടന്നു. മനസ്സിലാക്കണേ. വീണ്ടും ആ കുട്ടി എന്ത് ചെയ്തു? തിരിഞ്ഞു നടന്നു. അപ്പം വീണ്ടും ഇവിടെ വരെ വന്നു. അപ്പം എത്രയായി? വീണ്ടും 40. അപ്പം എത്രയായി? ചോദ്യം മനസ്സിലാക്കണേ. ആദ്യം എന്താണ്? ഈ ബിയിലായിരുന്നു. ബിയിൽ നിന്നും സി വരെ എത്തി കേട്ടോ. ബിയിൽ നിന്നും സി വരെ എത്തി. എന്നിട്ട് സിയിൽ നിന്നും ഡി വരെ എത്തി. പിന്നെയോ ഈ ഡിയിൽ നിന്നും സി വരെ വന്നു. അപ്പോൾ എത്ര എടുത്തു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 27 വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതായത് കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആ കുട്ടി എത്ര നടന്നു? നിങ്ങളെ ആ പടം ഇനിയും കാണിക്കണോ? ചോദ്യം കണ്ടല്ലോ. ഇംഗ്ലീഷ് മീഡിയക്കാരെയും മലയാളം മീഡിയക്കാരെയും ചോദ്യം ഇതാണ്. കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് എന്താന്ന് ഓർക്കണേ. ആദ്യം ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നു. അപ്പോൾ എത്രയാ? 40. വീണ്ടും അത് ഇവിടെ വരെ പോയി 40. അവിടെ വരെ ചെന്ന് നിൽക്കുവാണോ? തിരിച്ചത് വീണ്ടും എന്താ 40 തിരിഞ്ഞ് ഇവിടെ വരെ വന്നു. അപ്പോൾ എത്ര 40 ഉണ്ടെന്ന് നോക്കിക്കേ. 340 അല്ലേ? അപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് ഓർത്തോണേ. 40 മീറ്ററാണേ പ്ലസ് 40 മീറ്റർ പ്ലസ് 40 മീറ്റർ ഈസിക്കൽ ടു എത്രയാണ്? 120 മീറ്ററാണ് ആ കുട്ടി നടന്നത്. അത് മനസ്സിലാക്കണേ. ആ 40 40 വന്നേ എങ്ങനെയാണെന്ന് കേട്ടോ. അത് പോയി. ഇനി അടുത്ത ചോദ്യം. കുട്ടിയുടെ ആദ്യ സ്ഥാനമായ, അതിവിടെ നിന്ന കൊച്ചായിരുന്നു അല്ലേ, ബിയിൽ നിന്നതായിരുന്നു. ആ ആദ്യ സ്ഥാനമായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ സിയും തമ്മിലുള്ള അകലം എത്രയാണ്? ചോദ്യം മനസ്സിലാക്കണേ. ബിയിലായിരുന്നു അത് നിന്നത്. അത് ഇവിടെ വരെ പോയിട്ട് തിരിച്ച് എവിടെ വരെ വന്നു നിന്നു? വീണ്ടും സിയിൽ തന്നെ വന്നു നിന്നു കേട്ടോ. അപ്പോൾ എത്രയായി? അതാ ഇവിടുന്ന് ഇവിടെ വരെ എത്രയായി? ഇത് തമ്മിലുള്ള ദൂരം 40. ആദ്യമേ അത് പോയിട്ട് ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് വന്ന് നിന്നത് ഇവിടെ തന്നെയല്ലേ. അപ്പോൾ ഇപ്പോഴുള്ള ദൂരം നോക്കിക്കേ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം ചോദ്യം കേട്ടിട്ട് വേണം കേട്ടോ. കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബി, ഇപ്പോഴത്തെ സ്ഥാനം ഏതാ? സി. അപ്പോൾ അവ തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. What is the distance between the current position C and the initial position B of the child? കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ സിയും തമ്മിലുള്ള അകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 മീറ്ററേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. 40 മീറ്ററേ ഉള്ളൂ. സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യം. ബിയിൽ നിന്നും 40 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ആണല്ലോ. ബിയിൽ നിന്ന് 40 മീറ്റർ സഞ്ചരിച്ചാൽ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാമാണ്? ഇപ്പം ബിയിൽ നിന്ന് കുട്ടി ഇങ്ങോട്ട് പോയാലും 40 അല്ലേ? ഇനി അതല്ല ഇങ്ങോട്ട് പോയാലും 40 അല്ലേ? മീൻസ് ഇവിടെ നിന്നിട്ട് ആ കുട്ടി കിഴക്കോട്ട്, ആരോ അങ്ങോട്ടാണെങ്കിൽ കിഴക്കോട്ട്, ഇങ്ങോട്ടാണെങ്കിൽ പടിഞ്ഞാട്ട്. അപ്പോൾ ഈ കുട്ടി ഇങ്ങോട്ട് പോയാലും 40, ഇങ്ങോട്ട് പോയാലും 40 അല്ലേ? മനസ്സിലായോ? ബിയിൽ നിന്ന് 40 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ അപ്പോൾ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാം ചെല്ലും? വേണമെങ്കിൽ അതിന് സിയിലോട്ട് പോവാം. 40 മീറ്റർ ബിയിൽ നിന്നും 40 മീറ്റർ സിയിൽ ചെല്ലാൻ. അതുപോലെ തന്നെ ബിയിൽ നിന്നും എയിൽ ചെല്ലാനും 40 മീറ്റർ. അതിന് വേണമെങ്കിൽ എയിലും ചെല്ലാം സിയിലും ചെല്ലാം. മനസ്സിലാക്കണേ കുഞ്ഞില്ലേ കേട്ടോ. ഏതിലാണ്? വേണമെങ്കിൽ അതിന് എയിലും ചെല്ലാം, തിരിച്ച്
കേട്ടോ. തിരിച്ച് അങ്ങോട്ടും പോകാം, അതുപോലെ തന്നെ സിയിലും ചെല്ലാം. ബിയിൽ നിന്ന് 40 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാം ആകുമെന്ന് മനസ്സിലായോ? കുട്ടിക്ക് വേണേ വലത്തോട്ട് പോയാൽ 40 അടുത്തതിലോട്ട് പോകാം, ഇടത്തോട്ട് പോകുന്നത് 40, അതിന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അടുത്തത്, ഇൻ വിച്ച് ഡിറക്ഷൻസ് ഷുഡ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ടു റീച്ച് സി ഫ്രം ബി. ഈ ബിയിൽ നിന്ന് 40 ദൂരം ഏത് ദിശയിൽ യാത്ര ചെയ്താൽ സിയിലെത്തുമെന്ന്. ബി കണ്ടായിരുന്നല്ലോ നിങ്ങൾ, ഇത് ബി. നമുക്കിവിടെ ദിശ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ദിശ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം എന്താണ്? ബിയിൽ നിന്ന് 40 ദൂരം ഏത് ദിശയിൽ യാത്ര ചെയ്താൽ, നോക്കിയേ അങ്ങോട്ടല്ലേ പോകേണ്ടത്, എങ്ങോട്ടാ? സി എന്ന് വെച്ചാൽ ബിയുടെ ഇങ്ങോട്ട്, ആരോ കൊടുത്തു വെക്കുന്ന ഇങ്ങോട്ട്, കണ്ടോ? യാത്ര ചെയ്യാൽ സിയിലെത്തും എന്നാണ്. കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ? നോക്കിക്കേ, ബിയിൽ നിന്ന് ഇങ്ങോട്ടല്ലേ, ആരോ ഇങ്ങോട്ട് പോയാൽ എങ്ങോട്ടാ? കിഴക്കോട്ട് കേട്ടോ, കിഴക്ക്. അതൊക്കെ വെറുതെ നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയാണ്. കിഴക്ക്, ഈസ്റ്റ് കേട്ടോ. ടുവേർഡ്സ് ദ ഈസ്റ്റ് എന്ന് വേണേൽ കൊടുക്കാം. ടുവേർഡ്സ് ദി ഈസ്റ്റ്, അതായത് കിഴക്ക്, കിഴക്കോട്ടെന്നോ കിഴക്കെന്നോ ഒക്കെ കൊടുത്തോ കേട്ടോ. ഇതൊക്കെ വൺ വേർഡിൻ്റെ ചോദ്യമാണ്, എഴുതേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാനൊന്ന് എഴുതി പറഞ്ഞാൽ ഫസ്റ്റ് അല്ലായിരുന്നോ കേട്ടോ. നോട്ടില്ല എന്ന് ഇതിനകത്ത് നോട്ട് ഫിസിക്സിൽ കൂടുതലും ടെസ്റ്റിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയൊക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനെക്കുറിച്ച് ഇതിപ്പുറത്ത് പറയുന്നുണ്ട്. അതായത് കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ സിയും തമ്മിലുള്ള അകലമാണല്ലോ കുട്ടിയുടെ സ്ഥാനമാറ്റത്തിൻ്റെ അളവ്. ബിയിൽ നിന്നും 40 മീറ്റർ കിഴക്കാന്നേ കുഞ്ഞുങ്ങളെ ദിശയിൽ യാത്ര ചെയ്താൽ, അതായത് കിഴക്കോട്ട് പോയാൽ കുട്ടിക്ക് സിയിൽ ചെല്ലാം, ഇല്ലയോ? എന്നാൽ ബിയിൽ നിന്നും സിയിലേക്ക് കിഴക്ക് ദിശയിൽ 40 മീറ്റർ എന്നതാണ് കുട്ടിയുടെ ഈ സന്ദർഭത്തിലെ സ്ഥാനാന്തരം. ഈ സ്ഥാനാന്തരം എന്ന് പറയാൻ കാര്യം, നമ്മൾ ഇനിയും പഠിക്കുന്നത് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ അത് പറഞ്ഞതാണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം? അത് കണ്ടവർക്ക് ഇത് കേൾക്കുമ്പോഴേ അറിയാം ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്, അല്ലേ? നമുക്കറിയാം. എന്ന് വെച്ചാലേ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ ഉൾപ്പെടെ പറഞ്ഞാൽ നിങ്ങളെ, ഞാൻ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് വെച്ചോ, ഇനി അത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് വെച്ചോ, ഇവിടെ ഒരു ബോയ് നിൽക്കുവാന്ന് വെച്ചോ, ഒരു ബോയോ ഗേളോ ആരെങ്കിലും നിൽക്കുവാന്ന് വെച്ചോ. മനസ്സിലായോ? ഈ കുട്ടി മനസ്സിലാക്കണേ, ഈ കുട്ടി ഈ ഷോപ്പിലും കയറി, ഈ പാർക്കിലും കയറി കേട്ടോ, ഇവിടെ നിൽക്കുക. ഈ കുട്ടി ഈ ഷോപ്പിലും കയറി പാർക്കിലും കയറി, മനസ്സിലായോ? ഇങ്ങനെ കയറി ഇറങ്ങി ഒക്കെ എവിടെ വന്ന് നിൽക്കുന്നു എന്ന് നോക്കണം. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ദൂരം, ആ കൊച്ച് എത്ര ദൂരം ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നു എന്നുള്ളതാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, അത് സ്ട്രെയിറ്റ് ലൈനേ പോകാൻ പറ്റൂ, ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഒന്നും പോകാൻ പറ്റത്തില്ല. ഈ കുട്ടിക്ക് പാർക്കിൽ പോകണമെങ്കിൽ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻസ് ടു ദ ഫൈനൽ പൊസിഷൻസ്. ഈ കുട്ടി ഇവിടെ പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം എന്താ, സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. അപ്പം ഇവിടെ തന്നെ അതിൻ്റെ തിയറം കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇന്നലെ തന്നായിരുന്നു. 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലമാണ്. ഓർത്തോണ്ടേ നിങ്ങൾ കേട്ടോ, സ്ട്രെയിറ്റ് ലൈനാണ്, ആ ഒരു വാക്കാണ് അവിടുത്തെ. സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദൂരത്തിൻ്റെ യൂണിറ്റ്, ഇനി ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കണക്ക് ചെയ്യുമ്പോൾ ഓർത്തോണം എന്താ, ഈ ദൂരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, സ്ഥാനാന്തരത്തിൻ്റെയും എന്താ മീറ്റർ തന്നെയാണെന്ന് ഓർത്തോണം. കണക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള കണക്കുണ്ടല്ലോ, അത് ചെയ്യുമ്പം ലാസ്റ്റിൽ നമ്മൾ എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഇട്ടേക്കണം കേട്ടോ. എല്ലാ കണക്കിൻ്റെ ഇപ്പം നമ്മൾ മീറ്റർ പെർ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 4 മീറ്റർ വരച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ മീറ്റർ എന്ന് പറഞ്ഞ കണ്ടോ, അതുപോലെ ഇടണമെന്ന് കേട്ടോ. ഇനി അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കുന്ന അളവുകളാണ് ഇനിയുണ്ടോ കുഞ്ഞുങ്ങളെ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നാണ്ട്, അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞു, സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്
അപ്പോൾ അതിൻ്റെ മലയാളമാവും നിങ്ങൾ ഈ കിടക്കുന്നത്. അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കേണ്ട അളവുകളാണ്. അളവുകൾ കാണിക്കുമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ പടിഞ്ഞാറോട്ടാണ്, കിഴക്കോട്ടാണ്, വടക്കോട്ടാണെന്ന് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ദിശ പറഞ്ഞില്ലേ പടിഞ്ഞാട്ട് പോയപ്പോൾ അത്രേ. അങ്ങനെ ദിശ പറയുന്നതിനെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അളവിനോടൊപ്പം തന്നെ ദിശ കൂടി പ്രതിപാദിക്കേണ്ട അളവിനെയാണ് സദിശ അളവുകൾ, അല്ലെങ്കിൽ സദിശനല്ല സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും. കേട്ടല്ലോ. അപ്പം സദിശ അളവുകൾക്ക് അളവും കാണും ദിശയും കാണും എന്ന് ഓർത്തോണം. എന്നാൽ ദിശയൊന്നും ആവശ്യമില്ലാത്ത അളവുകളെ ആ ദിശ അളവുകൾ എന്നും പറയും. അതായത് സ്കെയിലർ ക്വാണ്ടിറ്റി. ഇപ്പം ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ നമ്മളെന്താ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലർ എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് എവിടെ എങ്ങനെ എങ്ങോട്ടേക്കോട്ട് പോയി വടക്കോട്ട് പോയി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതിനെ ആ ദിശ അളവുകൾ എന്ന് പറയുന്നു. ആ ദിശ അളവെന്ന് വെച്ചാൽ സ്കെയിലർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി കാണുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? അതിനകത്തിൽ സദിശ അളവ് അല്ലെങ്കിൽ എന്ത് പറയണം? അതായത് അതിനോട് നമ്മൾ അളവ് പറയുന്നതിനോടൊപ്പം തന്നെ ദിശ കൂടി പറയണമെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം സദിശമാണോ അതോ അതിശമാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സ്ഥാനാന്തരം എന്ന് പറയുന്നത്, സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ഉൾപ്പെടെ ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ. സ്ഥാനാന്തരം എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. എന്താ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പഠിച്ചു വെച്ചേക്കണേ. ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് മറന്നു പോകല്ലേ നിങ്ങൾ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ സദിശ അളവുകളാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സദിശ അളവുകളാണ്. പിന്നെ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ആ ദിശ അളവുകളാണ്. പറഞ്ഞത് തെറ്റ് വല്ലതും ഉണ്ടോ? തിരിഞ്ഞു പോയതൊന്നുമില്ലല്ലോ. അതായത് നമ്മൾ ദിശ അളവ് പറയുമ്പം ദിശ കൂടി പറയുകയാണെങ്കിൽ അതിനെ സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. അളവ് പറയുമ്പം ദിശ കൂടി പറയുകയാണെങ്കിൽ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. മലയാളമാണ് സദിശ അളവുകൾ. എന്നാൽ അളവുകളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ എന്തുവാ? ദിശ ആവശ്യമില്ലാത്ത അളവുകളെ നമ്മൾ അതിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞതിൽ തിരിഞ്ഞു വല്ലതും പോയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. ഇപ്പം ഇതങ്ങ് നോക്കി പഠിച്ചോണേ. ദിശ അളവ് ഒന്നും ഇല്ലെങ്കിൽ അത് ഏതാണ്? സ്കെയിലർ ക്വാണ്ടിറ്റി കേട്ടോ. മനസ്സിലാക്കണേ. അതെ, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിനോട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പം അളവും അത് ഏത് ദിശയാണെന്നും ഒക്കെ പറയണം കേട്ടോ. എന്നാൽ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദിശയും ഇതൊന്നും ആവശ്യമില്ല. എവിടെയെങ്കിലും ഒക്കെ മുമ്പ് എനിക്കൊന്ന് തിരിഞ്ഞാൽ പറഞ്ഞത് അല്ലേ, എവിടെയെങ്കിലും ഒക്കെ പോയി കറങ്ങി അടിച്ചിട്ടൊക്കെ അതിലേ പോയി ഇതിലേ പോയി ഇതിലേ കൂടെ ഇതിലൊക്കെ പോകുന്നതിന് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. അതൊന്നും ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ബോക്സിൽ ആയിട്ട് തൊട്ട് താഴത്തെയൊക്കെ എഴുതിക്കോടാം കേട്ടോ. ഓക്കെ, അടുത്ത നമുക്കൊരു ചോദ്യത്തിലോട്ട് കയറാം. ഇത് ഈ ഫിസിക്സ് നോട്ട് തരാമല്ലോ നിങ്ങൾ, ടെസ്റ്റിൽ തന്നെയാണ് ഇതിൻ്റെ നോട്ട്. അതുകൊണ്ട് ഈ സെപ്പറേറ്റ് നോട്ട് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ ഫില്ല് ചെയ്യാനാണ്. അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ബിയിൽ നിന്നും, കുട്ടിയാണേ നമ്മൾ മുമ്പ് പറഞ്ഞ തന്നെ, ബിയിൽ നിന്നും 40 മീറ്റർ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥാനം എത്രയാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഒന്നുകൂടെ മനസ്സിലാക്കണം കേട്ടോ. എന്താണ്? അതായത് കുട്ടി ബിയിൽ നിന്ന്, ബി എവിടാന്നൊക്കെ അറിയാം, 40 മീറ്റർ പടിഞ്ഞാട്ട്, അതുമ്പ് നമ്മൾ പറഞ്ഞു, കുട്ടി ബിയിൽ നിന്ന് 40 മീറ്റർ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥാനം, ബിയിൽ നിന്ന് 40 മീറ്റർ പടിഞ്ഞാട്ട്, ബി എന്ന് പറയുന്നത് ഇതാണ്. 40 മീറ്റർ പടിഞ്ഞാട്ട്, ഇതാണ് 40 മീറ്റർ പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് താണ്ട പടിഞ്ഞാറ് 40 മീറ്റർ ഇങ്ങോട്ട് വന്നാൽ എവിടെയായിരിക്കും ചെല്ലുന്നത്? നോക്കിയേ, എയിലായിരിക്കും കേട്ടോ. മനസ്സിലാക്കണേ. ഏതിലാ? ബിയിൽ നിന്ന കുട്ടി 40 മീറ്റർ പടിഞ്ഞാറ് എന്ന് വെച്ചാൽ എങ്ങോട്ടാണെന്ന് ഇവിടെ ദിശ കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങോട്ട്, അപ്പം ഇങ്ങോട്ട് പോയാൽ എയിലായിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ബിയിൽ നിന്ന് മുന്നോട്ട് കിഴക്ക് ദിശയിൽ, ബിയിൽ നിന്ന് മുന്നോട്ട് കിഴക്ക് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം പോസിറ്റീവ് ആയി പരിഗണിക്കുകയാണെങ്കിൽ, നമ്മൾ മുന്നോട്ട് പോകുന്തോറും അത് പോസിറ്റീവായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, അപ്പോൾ പുറകോട്ട് പോകുന്നതോ
പിറകോട്ട് പോകുന്നതോ പടിഞ്ഞാറ് ദിശയിലേക്കുള്ള സ്ഥാനം എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. മുന്നോട്ടെന്ന് വെച്ചാൽ കിഴക്കോട്ട് കേട്ടോ. മുന്നോട്ട് പോകുന്നത് വെച്ചാൽ കിഴക്ക്. മുന്നോട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക, കിഴക്ക് കണ്ടോ. ഇടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാട്ട്. അപ്പം മുമ്പോട്ട് പോകുന്തോറും പോസിറ്റീവ് ആയും ഇടത്തോട്ട് പോകുന്തോറും നെഗറ്റീവായും പരിഗണിക്കാം കേട്ടോ. ഇതിൻ്റെ സ്ഥാനം എങ്ങനെയൊക്കെയാണ് നമുക്ക് കണക്കിലൂടെ പറയാം. കുട്ടിയുടെ സഞ്ചാരത്തെ ആസ്പദമാക്കി ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. നോക്കണേ നിങ്ങളെ, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കിക്കേ. ഫസ്റ്റ് അതായത് സ്റ്റേജസ് ഓഫ് എ പാത്ത് കവേർഡ് ബൈ ദ ചൈൽഡ്. ചോദ്യം കേട്ടോ, ബോക്സ് നോക്കിയേ. ഫസ്റ്റ് ഈ പച്ച ബോക്സാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സ്റ്റേജ് ഓഫ് പാത്ത് കവേർഡ് ബൈ ദ ചൈൽഡ്. കേട്ടല്ലോ. മലയാളം മീഡിയക്കാർക്കോ സഞ്ചാരപാതയുടെ ഘട്ടങ്ങൾ. സഞ്ചരിച്ച ദൂരം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കവേർഡ്. സ്ഥാനാന്തരം എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ചോദിച്ചത്. മുമ്പ് നമ്മൾ പറഞ്ഞ അതേ കുഞ്ഞുങ്ങൾ. ഇവിടെ ഡയറക്റ്റ്ലി ഫ്രം ബി ടു സി, ബിയിൽ നിന്നും സി വരെ ആ കൊച്ച് എത്ര ആയിരുന്നു പോയത്? ബിയിൽ നിന്നും സി വരെ. എളുപ്പം നമുക്ക് നോക്കാം. ബിയിൽ നിന്നും സി വരെ കണ്ടോ എത്രയായിരുന്നു? 40. അപ്പം കവേർഡ് 40. ഓക്കെ, അത് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാ? അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 40 തന്നെയാണ് അല്ലേ? കാരണം ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സ്ട്രെയിറ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറും 40 മീറ്റർ തന്നെ ആയിരിക്കും കേട്ടോ. മനസ്സിലാക്കി പോണേ. സ്ട്രെയിറ്റ് റോഡല്ലേ, അപ്പോൾ അത് എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ബിയിൽ നിന്നും പുറകോട്ട് ഡിയിലെത്തി തിരികെ സിയിലെത്തിയപ്പോൾ, ബിയിൽ നിന്നും പുറകോട്ട് ഡിയിലെത്തി തിരികെ സിയിലെത്തിയപ്പോൾ എത്രയാ വന്നതെന്ന്. ഫസ്റ്റ് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ബിയിൽ നിന്ന് നോക്കണേ, ബിയിൽ നിന്നും സിയിലെത്തി തിരികെ വീട്ടിൽ വന്നു. സി ആയിരുന്നു. ബിയിൽ നിന്നും ഡിയിലെത്തി. മുമ്പലത്തെ കൂട്ട് തന്നെ കുഞ്ഞുങ്ങളെ. ബിയിൽ നിന്നും ഡിയിലെത്തി. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് 40 തിരികെ സിയിലെത്തി. അപ്പോൾ എത്രയാ? 120 മീറ്ററാണ്. എങ്ങനെയാ വന്നതെന്ന് അറിയാമല്ലോ. 40 മീറ്റർ പ്ലസ് 40 മീറ്റർ പ്ലസ് 40 മീറ്റർ എന്ന് വെച്ചാൽ ഓരോ വട്ടം പോയി 40 മീറ്റർ ബിയിൽ നിന്നും സിയിലേക്ക് അല്ലേ. ഓക്കെ ആണല്ലോ. അടുത്ത ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിലെത്തുമ്പോൾ എത്രയാണ്? ബിയിൽ നിന്നും പുറപ്പെട്ട് ഡിയിലെത്തുകയാണെങ്കിൽ ഇവിടെ വരെ 40, ഇവിടെ വരെ 40. അപ്പോൾ എത്ര? 80 മീറ്റർ. 80 ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും നേരെ ആയ റോഡായതുകൊണ്ട് അവിടെയും 80 മീറ്റർ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ 40 മീറ്റർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് അല്ലേ. 40 ബിയിൽ നിന്നും സിയിലേക്ക് എന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ഇവിടെ 40 വന്നതെന്ന് അറിയണ്ടേ. അതായത് ഇവിടെ ആ കൊച്ച് പോയിട്ട് തിരിച്ചിവിടെ തന്നെ വന്ന് നിന്ന് എവിടാ? ബിയിൽ നിന്നും അത് സിയിൽ ചെന്നു, ഡിയിൽ നിന്നും വീണ്ടും അത് സിയിൽ തന്നെ വന്നു. അപ്പോൾ ഇവിടെ തങ്ങളുള്ള ഡിസ്റ്റൻസ്, അതായത് അത് എവിടെ നിന്നു എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ലാസ്റ്റിൽ അത് എവിടെയാണ് നിൽക്കുന്നത് ആ ഒരു ചോദ്യം ഓർത്തോണമെങ്കിൽ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങിക്കോട്ടെ, നമുക്കത് അറിയേണ്ട വിഷയമല്ല. പക്ഷേ അത് ലാസ്റ്റിൽ ഫൈനൽ അത് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എത്രയിൽ വന്നാൽ നിന്നത്? സിയിൽ വന്ന് നിന്നു. ബിയിൽ നിന്നാണ് പോയത്, പക്ഷെ അത് സിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ എത്ര? 40. ആ 40 ഈ 40 കേട്ടോ. ഞാനത് പറഞ്ഞില്ല. ഓക്കെ, 40. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി അടുത്ത് ബിയിൽ നിന്നും എ വരെ. നമുക്കറിയാം ബിയിൽ നിന്നും എ വരെ. ഓക്കെ, ഈ ബിയിൽ നിന്നും എ വരെ എത്ര? 40 മീറ്റർ. 40 മീറ്റർ. അത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അത് തന്നെ ആയിരിക്കും. എന്താ? ബിയിൽ നിന്നും പുറകോട്ട് 40. ഓക്കെ, ബിയിൽ നിന്നും എയിലെത്തി തിരികെ ബിയിലെത്തുമ്പോഴോ? ബിയിൽ നിന്ന് എയിലെത്തി. അപ്പം 40 ആയേ. എന്നിട്ടോ എയിൽ നിന്നും വീണ്ടും ബിയിലെത്തി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വട്ടം നടന്നു. അപ്പോൾ എത്ര? 2 40. 40 മീറ്റർ പ്ലസ് 40 മീറ്റർ ഈസിക്കൽ ടു 80 മീറ്റർ. എന്നാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്താ? 0 അതെന്താ 0 അത് പോയെടുത്ത് തന്നെ വന്ന് നിന്ന്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കോണം. ലാസ്റ്റിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞാലും അതിൻ്റെ ലാസ്റ്റിൽ അത് എവിടെ വന്ന് നിൽക്കുന്നു, പോയെടുത്ത് തന്നെ ആണോ, ഇപ്പോൾ ലാസ്റ്റിൽ എവിടെ നിൽക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി നിങ്ങളെ.
അപ്പോൾ ഇവിടെ അത് 40 മീറ്റർ അങ്ങോട്ടും പോയി, തിരിച്ച് ആ 40 മീറ്റർ തിരിച്ച് ഇങ്ങോട്ടും വന്നു. അപ്പോൾ പോയെടുത്ത് തന്നെ അത് വന്ന് നിന്നു അല്ലേ. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 0 വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് അങ്ങോട്ട് 40 പോയി, എയിൽ നിന്നും ബിയിലോട്ട് അത് എന്ത് ചെയ്തു, പോയി. എന്നിട്ട് തിരിച്ചെന്താ, ഈ ബിയിൽ നിന്ന് എയിൽ നിന്നും ബിയിലോട്ട് പോയി, എന്നിട്ട് ബിയിൽ നിന്ന് എയിലോട്ട് തന്നെ വന്ന് നിന്നു. അപ്പോൾ എടുത്ത് തന്നെ തിരിച്ച് വന്ന് നിന്നുകൊണ്ടാണ് 0 വന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചോദ്യം. ഇത് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ സെപ്പറേറ്റ് ചെയ്യാൻ തരും? കാരണം എല്ലാം ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാം ഇംഗ്ലീഷുകാരുടെയും പറഞ്ഞു തരുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ നോട്ട് ഇതിനകത്തിലെല്ലാം നമ്പറുകളാണ്. അത് ഞാൻ ഇംഗ്ലീഷിൽ തരണ്ടല്ലോ ഇല്ലേ. അടുത്ത ചോദ്യം, കുട്ടി എയിൽ നിന്ന് ഡിയിലെത്തിയ ശേഷം ബിയിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ചരിച്ച ദൂരം എത്ര, സ്ഥാനാന്തരം എത്ര? ദ ചൈൽഡ് മൂവ്ഡ് ഫ്രം എ ടു ഡി ആൻഡ് റിട്ടേൺഡ് ടു എ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ്, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. പറയാം. കുട്ടി എയിൽ നിന്നും ഡിയിലെത്തി അല്ലേ. ഈ കുട്ടിയെ കൊണ്ട് തോറ്റ് ഇല്ലേ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ നോക്കി. എയിൽ നിന്നും എവിടെ എത്തി കുഞ്ഞുങ്ങളെ? ഡിയിലെത്തി. നല്ലപോലെ നോക്കണേ. എയിൽ നിന്നും ഡിയിലെത്തി. അപ്പം 40 40 40. മനസ്സിലാക്കണേ, ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. എയിൽ നിന്നും ഡിയിലെത്തി, എന്നിട്ടോ അത് അവിടെ നിന്ന് തന്നെ തിരിച്ചിവിടെ തന്നെ വന്നു. പോയിടത്ത് തന്നെ പോയിട്ട് തിരിച്ച് വന്നു. അങ്ങനാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കണം, ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ നോക്കണം. ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. ദൂരം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എത്രയായിരിക്കും? എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളവിടെ? എങ്ങനെ എഴുതും? അതായത് ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങോട്ട് പോയി 40 40 40. കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങോട്ട് പോയാൽ മതിയോ? തിരിച്ച് അതുപോലെ തിരിച്ച് വന്നു. 40 40 40. അപ്പം മൊത്തം എത്ര ആണെന്നാണ് ചോദിച്ചത്. ഒരു 4 4 4 8 3 4 1 4 16 4 26 4 24 അല്ലേ. എത്ര? 240 മീറ്ററാണ് പോയത്. അങ്ങോട്ട് എയിൽ നിന്നും ബി, ബിയിൽ നിന്നും സി അല്ലേ. അല്ല, കൊച്ചാദ്യം ബിയിലാണ് നിന്ന്. അപ്പോൾ ബിയിൽ നിന്നും സി, സിയിൽ നിന്നും ഡി വന്നു. എന്നിട്ട് ഡിയിൽ നിന്നും വീണ്ടും സി വന്നു, സിയിൽ നിന്നും ബി വന്നു. പോയെടുത്ത് തന്നെ തിരിച്ച് വന്നപ്പോൾ 240 അവിടുത്തെ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ഥാനാന്തരം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ മലയാളം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും മലയാളം എഴുതാത്തത് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ആ പോയെടുത്ത് തന്നെ ആ കൊച്ചു തിരിച്ച് വന്ന് നിന്നില്ലേ? അത് അങ്ങ് നിൽക്കുവാന്നോ? അല്ല, അത് പോയി അടിച്ച് കറങ്ങി അടിച്ചിട്ട് വീണ്ടും അത് പൂർവ്വസ്ഥിതിയിൽ തന്നെ വന്നു. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരില്ലേ കുഞ്ഞുങ്ങളെ? ഞാൻ പറഞ്ഞില്ലേ, അവസാനം എന്താണോ വരുന്നത് അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. പോയെടുത്ത് തന്നെ അത് തിരിച്ച് വന്ന് നിൽപ്പുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും കേട്ടോ. ഇനി എവിടൊക്കെ പോയി കറങ്ങി അടിക്കുന്നുണ്ടോ അതെല്ലാം കൂടെ കൂട്ടി വെക്കുന്നതാണ് ഡിസ്റ്റൻസ് കേട്ടോ. ഇവിടെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും ഒന്ന് തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആർ സെയിം എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ ആദ്യത്തെ സ്ഥാനം നോക്കിയാൽ പോയിട്ട് തിരിച്ച് അന്ത്യസ്ഥാനവും ഒന്ന് തന്നെയാണെന്ന്. അതെ. അടുത്ത, ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിൻ്റെ അളവ് സഞ്ചരിച്ച ദൂരത്തിന് തുല്യമോ കുറവോ 0 ആകാം എന്ന് പട്ടികയിൽ നിന്നും നമുക്ക് വ്യക്തമാണല്ലോ. സ്ഥാനാന്തരത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അളവ് സഞ്ചരിച്ച ദൂരത്തിൻ്റെ തുല്യമോ കുറവോ 0 ഒക്കെ ആകാമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. പോയെടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണെങ്കിൽ അതെന്താ 0 ആണ് അല്ലേ. ഇനിഷ്യൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചു ഇനിഷ്യലും വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി അല്ലേ. അത് രണ്ടും കൂടെ കുറച്ചാൽ മതി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്. അതൊക്കെ നമുക്ക് കണക്കിപ്പോൾ പറയാം. ഇനി സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്ന സന്ദർഭങ്ങളുടെ തുക എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്ന സന്ദർഭങ്ങൾ എഴുതി നമ്മൾ അതേലെ സന്ദർഭങ്ങളൊക്കെ കണ്ടെത്തി എഴുതാൻ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കി കുഞ്ഞുങ്ങളെ. ഒരു കുട്ടി അടുത്ത് നോക്കി, ഈ കുട്ടിയെ കൊണ്ട് തോറ്റല്ലേ. പി എന്ന നോക്കണേ, ഇവിടെ PQR എന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പ് അവിടെ കിടപ്പുണ്ട്. ഒരു കുട്ടി പി എന്ന സ്ഥാനത്ത് നിന്ന് നോക്കണേ, പി എന്ന സ്ഥാനത്ത് നിന്ന് ക്യൂ വഴി എവിടെ വന്നു? സഞ്ചരിച്ച 2 വ്യത്യസ്ത പാതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്
ഒരു കുട്ടി പി എന്ന സ്ഥാനത്ത് നിന്ന് ക്യൂ വഴി PQS PQR ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം 2.2 സഞ്ചരിച്ച ദൂരം എത്രയാണ്? സഞ്ചരിച്ച ദൂരം എത്രയാ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫിഗർ? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടുത്തെ സ്ഥാനാന്തരം നമ്മൾ കണ്ടുപിടിക്കണം. സ്ഥാനാന്തരം എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 2.2 എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് വരുന്നോ അതാണ് ഡിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ ദൂരം. എവിടെയൊക്കെ പോയി കറങ്ങി? പി പോയിട്ട് ക്യൂവിൽ പോയി, അതുപോലെ തന്നെ ഇവിടെ ക്യൂവിൽ പോയിട്ടാണ് ആറിൽ വന്നത്. പി ക്യൂവിൽ പോയിട്ട് ആറിൽ വന്നു. അപ്പം ആ കുട്ടി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതാം 60 മീറ്റർ പ്ലസ് 40 മീറ്റർ ഈസിക്കൽ ടു 100 മീറ്റർ ആണ്. കേട്ടല്ലോ. എന്നാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം നോക്കിയോ നിങ്ങളെ. സ്ഥാനാന്തരം എന്ന് കേൾക്കുമ്പോഴേ ആ കുട്ടി എവിടെ വന്നാണ് നിൽക്കുന്നത്? അത് ഡിസ്റ്റൻസ്, ദൂരം എന്ന് വെച്ചാൽ അത് ഇവിടെ പോയിട്ട് ഇവിടെ വരെ വന്നു. പക്ഷേ സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇങ്ങനെയും പോവോ? ഇല്ല. പി ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ വന്ന സ്ട്രെയിറ്റ് ലൈൻ എത്ര? സ്ട്രെയിറ്റ് ലൈൻ എത്ര? 80 മീറ്റർ. മനസ്സിലാക്കി തന്നെ പോണേ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആ കൊച്ച് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടുത്തെ എല്ലാം കൂടെ കൂട്ടി എഴുതി വെക്കണം. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെ സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വരെ കാണത്തുള്ളൂ. അതെവിടാ നോക്കിയേ? ഇവിടുന്ന് ഇവിടെ വരെ. ഇവിടെ വന്ന് നിൽപ്പില്ലയോ കൊച്ച്? അപ്പം ഇവിടുന്ന് ഇവിടെ വരെ എത്ര? 80 മീറ്റർ. ഇത് ഇവിടുത്തെയും കൂട്ടിയപ്പോൾ 100. അങ്ങനെയാണെങ്കിൽ 2.2 എന്ന പിക്ചറിൽ ആ കൊച്ച് സഞ്ചരിച്ച ദൂരം നോക്കി, അതിങ്ങനെ പോയി സഞ്ചരിച്ച ദൂരം, അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനാന്തരവും ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, അത് സ്ട്രെയിറ്റ് ലൈനാ, രണ്ടും സ്ട്രെയിറ്റ് ലൈനാ. അതെങ്ങോട്ടും ചാടി കയറി പോയിട്ടില്ല. ഉണ്ടോ? മേലോട്ടും താപ്പോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒന്നും പോയിട്ടില്ല. സ്ട്രെയിറ്റ് ലൈനാവും നിങ്ങളെ. അപ്പോൾ അതിൻ്റെ രണ്ടും എത്ര ആയിരിക്കും? 60ഉം 40ഉം. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ 60, ഇവിടുന്ന് ഇവിടെ വരെ 40. അപ്പോൾ എത്ര? 60 പ്ലസ് 40 ആണ്. ഇവിടെ 60 പ്ലസ് 40. അപ്പോൾ രണ്ടും എത്ര? 100 മീറ്റർ ആണ്. എളുപ്പമല്ലേ? 100 മീറ്റർ ആണ്. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണേ കേട്ടോ. എളുപ്പമുള്ളൊരു ചാപ്റ്റർ അല്ലേ ഇത്. നോക്കിയേ, അതായത് സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എവിടെയൊക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ടോ അതെല്ലാം കൂടെ കൂട്ടി വെക്കണം. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെ സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഇറങ്ങി ഒന്നും എടുക്കത്തില്ല. ഒറ്റയടിക്ക് നോക്കിക്കേ, പിയിൽ നിന്ന് ഒറ്റയടിക്ക് ഇവിടെ ചെന്നു. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ഇവിടെ കയറി ഇറങ്ങിയത് ഒന്നുമില്ല. നോക്കിയേ, സ്ട്രെയിറ്റ് ലൈനാ. എത്ര? ഇവിടെ വരെ 60, ഇവിടെ വരെ 40. അപ്പോൾ എത്ര? 100. അപ്പോൾ അതിനകത്തിൽ രണ്ടും 100 വരുന്നത്. മനസ്സിലായോ? ഇവിടെ ഏത് സന്ദർഭത്തിലാണ് സ്ഥാനാന്തരത്തിൻ്റെ അളവും ദൂരത്തിൻ്റെ അളവും തുല്യമായത്? രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അല്ലേ രണ്ടും തുല്യമായത്? കണ്ടോ? രണ്ടാമത്തെ. ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമാകുന്നത്. കേട്ടോ. when an object moves in same directions in a straight lines, the distance covered and displacement are equal. നമ്മളത് പഠിച്ചതാണ് ഒന്നാമത്തെ പാർട്ടിൽ. അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ മുമ്പ് കാണിച്ചതാണ്. നിങ്ങളത് കണ്ടായിരുന്നോ? എഴുതിയായിരുന്നല്ലോ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെ താഴെ ഇരിപ്പുണ്ട്. കണ്ടോ ഞങ്ങളെ? ഇതാണ് മുമ്പ് നമ്മൾ പറഞ്ഞ കേട്ടോ ഡിഫറൻസ്. നമ്മുടെ ടെസ്റ്റിൽ ഈ തന്ന ദൂരവും സ്ഥാനാന്തരവും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുണ്ടോ? ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ എന്തൊക്കെ വരച്ച് കാണിച്ചതാ കേട്ടോ. ഓക്കെ ആണല്ലോ? അതങ്ങ് എഴുതിയെടുക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതിലൂടെ നോക്കാം കേട്ടോ. ഒരു സ്കൂളിലെ ക്ലാസ് റൂമുകളും മറ്റ് ചില ഭാഗങ്ങളുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഓരോ ക്ലാസ്സിൻ്റെയും ഓരോന്നും കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട്. നോക്കൂ കുഞ്ഞുങ്ങളെ, 10A, 10B, 10C. ഇവിടെ IT ലാബുണ്ട്, ലൈബ്രറി ഉണ്ട്, ഓഫീസുണ്ട്, 9A ഉണ്ട്, 9B, 9C, അതുപോലെ സ്റ്റാഫ് റൂം എന്നിവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കിഴക്കാണ്, ഇങ്ങോട്ട് പടിഞ്ഞാറ്, അങ്ങോട്ട് വടക്ക്, ഇങ്ങോട്ട് തെക്കെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലോട്ട് കയറാം. ഇൻ്റർവെൽ സമയത്ത് നോക്കണേ. ഇൻ്റർവെൽ സമയത്ത് 9B ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടി സ്റ്റാഫ് റൂമിൽ പോയ ശേഷം, ഇൻ്റർവെൽ സമയത്ത്
9B ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി സ്റ്റാഫ് റൂമിൽ പോയ ശേഷം സ്കൂൾ ഗാർഡനിലെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ സമീപവും തുടർന്ന് സ്കൂൾ ഓഫീസ് വഴി, സ്കൂളിൻ്റെ ഓഫീസ് തണ്ടിതാണ്, ഓരോന്നും പറയുമ്പോൾ ഓർത്തണം, ഓഫീസ് വഴി എന്താണ് തിരികെ ക്ലാസ്സിൽ എത്തി എങ്കിൽ കുട്ടിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഒരു പട്ടിക തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ചോദ്യം മനസ്സിലാക്കണേ നിങ്ങളെ. അപ്പോൾ ഇവിടെ നമ്മളോട് ഒന്നാമത്തെ ചോദ്യം എന്താ, ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം വെച്ചിട്ട് 9B ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ എത്തുമ്പോൾ 9B എന്ന് പറയുന്നതാണ്ട് കുഞ്ഞുങ്ങളെ, ഇതാണ് 9B എന്ന് പറയുന്ന ക്ലാസ്. സ്റ്റാഫ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇതാണ്, കണ്ടല്ലോ സ്റ്റാഫ് റൂം. അപ്പോൾ ഈ 9Bയിൽ നിന്നും ഇങ്ങനെ പോയിട്ട് ഇവിടെ വരെ എത്താൻ ഇവിടെ അവർ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 15 മീറ്ററിന്. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 9Bയിൽ നിന്ന് സ്റ്റാഫ് റൂം വരെയുള്ള മെഷർ 15 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അത് നോക്കിയേ, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഒന്നും ആലോചിക്കേണ്ട. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഇറങ്ങിയാണ് സ്റ്റാഫ് റൂം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കും? 15 മീറ്ററാ. സ്ഥാനാന്തരം എന്ന് വെച്ചാൽ 15 മീറ്ററാ. എല്ലാത്തിൻ്റെയും മീറ്റർ ആണെങ്കിൽ മീറ്റർ, സെൻറ്റിമീറ്റർ ഒക്കെ എഴുതണം. യൂണിറ്റ് എഴുതാൻ മറക്കല്ലേ കേട്ടോ, യൂണിറ്റ്. ഓക്കെ, 9B ക്ലാസ്സിൽ നിന്നും നോക്കണേ ആ കൊച്ച്, 9Bയുടെ ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂം വഴി ഇവിടെ വരെ എത്തി. സ്റ്റാഫ് റൂം വഴി നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ അരികിലെത്തുമ്പോൾ ഇതുവഴി കറങ്ങി ഇവിടെ എത്തുമ്പോൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരെ, എന്നിട്ട് ഇവിടെ വരണം. അപ്പോൾ എത്രയാ? അതായത് സ്റ്റാഫ് റൂം വരെ 15 മീറ്ററാണ്. അവിടുന്ന് വഴിയെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, വഴിയിൽ എഴുതി വെച്ചിട്ടുണ്ട് 70 മീറ്റർ ആണെന്ന്. 70 മീറ്റർ. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 85 മീറ്ററാണ് അവിടുത്തെ ദൂരം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആയിരിക്കും അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? സ്ട്രെയിറ്റ് ആയിട്ട് ചെല്ലുക എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കൂ കുഞ്ഞുങ്ങളെ, 9Bയിലാണ്. 9Bയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരിക്കലും ഡിസ്പ്ലേസ്മെൻറ്റ് വളഞ്ഞും തിളഞ്ഞും പോകത്തില്ല. 9Bയിൽ നിന്ന് ആ കൊച്ചിന് ഗാന്ധി അപ്പൂപ്പൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം? ഇവിടെ സ്ട്രെയിറ്റ് വരണം അല്ലേ? നേരെ വന്നാൽ മതി. 60 കേട്ടോ, സ്ട്രെയിറ്റ് ആണേ 60 മീറ്റർ കേട്ടോ. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മിക്കവാറും സ്കൂളുകളുടെയൊക്കെ മുന്നിലുണ്ട് അല്ലേ? ഓക്കെ, 9B ക്ലാസ് റൂമിൽ തിരിച്ചെത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കൊച്ച് വിത്ത് ദ ചൈൽഡ് റിട്ടേൺ ടു ക്ലാസ് 9Bയിലോട്ട് തിരിച്ചു വരണം. 9Bയിൽ തിരിച്ചെത്തിയത് നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്. സ്കൂൾ ഓഫീസ് വഴി തിരികെ ക്ലാസ്സിലെത്തിയത് ഏത് വഴിയാണെന്നാ? ഓഫീസ് വഴിയാണ് തിരികെ എത്തിയത്. ഓഫീസ് ഇവിടെ കണ്ടോ. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഇതുവഴിയാണ് പോയത്. ഓഫീസിൽ ചെന്നിട്ടാണ് ഈ കൊച്ചിങ്ങോട്ട് പോയത് ഇല്ലേ? ഇതിങ്ങനെ ഇൻ്റർവെൽ വിടുമ്പോൾ കറങ്ങി അടിച്ച് നടക്കുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് കറങ്ങണം. ഓക്കെ, ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് കറങ്ങി ഓഫീസ് വഴി 9B ചെല്ലണം. അപ്പം എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ? ഫസ്റ്റ് എന്തോ ചെയ്യണം? ആദ്യമേ ഇവിടുന്ന് ഇവിടെ വരെ ചെന്നായിരുന്നു. സംശയമില്ലല്ലോ? സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യമേ നമ്മൾ 15 മീറ്റർ സ്റ്റാഫ് റൂമിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? 70 മീറ്റർ ഇതിലേക്ക് ഇറങ്ങി. ഈ വഴിയെയാണ് അതെവിടെ വന്നത്? ഈ സ്റ്റാറ്റ്യൂ പ്രതിമയുടെ അടുത്ത് വന്നത്. അതെത്രയായിരുന്നു? പ്രതിമയുടെ 70 മീറ്റർ. അത് കഴിഞ്ഞിട്ട് ഇതുവഴിയാണ് ഇവിടെ ഓഫീസ് റൂമിൻ്റെ അവിടെ ചെന്നത്. ആ വഴിയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 80 മീറ്റർ ആണെന്ന്. എല്ലാ വഴിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 80 മീറ്റർ ആണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ 80 ഓഫീസ് റൂമിൻ്റെ അവിടെ നിന്ന് ആ 9B വരെ എത്ര? 15 മീറ്റർ എന്ന് അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം വീണ്ടും 15 മീറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 180 മീറ്ററാണ് ആ കൊച്ച് ആ ഇൻ്റർവെൽ സമയത്ത് നടന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൊച്ച് എവിടെ എത്തി? തിരിച്ചെവിടെ ചെന്നു? നിങ്ങളൊന്ന് പറഞ്ഞേ. ആ കൊച്ച് ആ ഇറങ്ങിയെടുത്ത് തന്നെ തിരിച്ചു ചെന്നില്ലയോ? അത് എല്ലായിടവും കിടന്ന് കറങ്ങിയെങ്കിലും നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒന്ന് ഓർത്ത് നോക്കിയേ. അത് ആ ഇറങ്ങിയെടുത്ത് തന്നെ ഇല്ലേ, അവിടെ തന്നെ തിരിച്ചു ചെന്നു. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തുമായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. ഓർത്ത് വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. അതാണ് അത് പോയെടുത്ത് തന്നെ തിരിച്ചെത്തിയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇറങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വന്ന് കയറിയോ എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇനി ഇത് മതിയേ. നമുക്ക് വെലോസിറ്റി അടുത്ത പാർട്ടിലിടാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു. നിങ്ങൾ കമൻറ്റ് പറയണേ നിങ്ങളെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ.
ഓക്കെ നിമ്മ, താങ്ക് യു.